ഹലോ ഗായ്സ്, സാറ്റർഡേ എപ്പിസോഡിൻ്റെ ബാക്കി പറയാം. വിജയായി വന്നത് പൂജയാണ്. പൂജയാണെങ്കിൽ ക്യാപ്റ്റനാണ്, കിരീടം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് സിബിൻ, അത് കഴിഞ്ഞിട്ട് സായി, ഇങ്ങനെ 3 പേരാണ് വിജയികളാകുന്നത്. നിങ്ങളുടെ റാങ്കിങ് ഇവർക്ക് തന്നെയാണോ? എനിക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായ ഇന്നത്തെ ഗെയിം ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വായ്ക്കുള്ളിൽ ഐസ് കട്ട വെച്ചിട്ട് സിനിമാ പേര് പറയുന്നത് സത്യം പറഞ്ഞാൽ ചിരിച്ചിരി ചൂപ്പാട് വന്നു കേട്ടോ. അത്ര ഐസ് കട്ട വായ വെച്ചിട്ട് നാക്ക് തട്ടാതെ പറയാൻ പാട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു രംഗം നിങ്ങൾ പോയി അത് വിഷ്വൽ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനിടയിൽ ജിൻഡോ എപ്പോഴും ഒരു കോമഡി പീസാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണത്, പ്രത്യേകിച്ച് ജിൻഡോയുടെ പെർഫോമൻസ്. പിന്നീടുണ്ടായ ഒരു ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് മെഡിസിൻസ് പോലെ, കഷായം അങ്ങനെ എന്തോ പോലെ ഒന്ന് ഇതിലെല്ലാം ലേബൽ ചെയ്തിട്ടുണ്ട്. മാനിപ്പുലേഷൻ, ആർക്കാണ് ഓരോരോ പ്രോബ്ലംസുകൾ, അത് ഓരോരുത്തർ വന്നിട്ട് ആർക്കാണ് ആ പ്രശ്നമുള്ളത് അവർക്ക് മെഡിസിൻ കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് അത് കുടിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ഓരോരോ പ്രോബ്ലംസ് ആർക്കാണ് കൂടുതൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. സിബിൻ ജാസ്മിന് കൊടുക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കം പോലെ വരുന്നുണ്ട്. സത്യം പറഞ്ഞ് ജാസ്മിൻ ലിക്വിഡ് കുടിച്ചൊരു പരുവാവുന്നുണ്ട്. ഗബ്രിക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ജാസ്മിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടതായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ച് ഗബ്രിക്ക് കൊടുക്കുന്നതിൻ്റെ വിഷമമാണ്, പക്ഷേ ആ വെള്ളം കുടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ കണ്ടുവന്നത്. ഋഷി അപ്സരയ്ക്കും അപ്സര ഋഷിക്ക് ഇട്ട് താങ്ങുന്നുണ്ട് ആ മെഡിസിൻസ് ഒഴിച്ചു കൊടുത്തിട്ട്. വീണ്ടും കോമഡി ജിൻഡോ ആണ്. ജിൻഡോയ്ക്ക് ആദ്യ മെഡിസിൻ കുടിക്കുന്നതിൽ കിട്ടുന്നില്ല, പിന്നെ അവസരം കിട്ടുന്നില്ല. അപ്പോൾ ജിൻഡോ വീണ്ടും ലാലേട്ടനോട് ചോദിച്ച് എടുത്ത് കുടിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി. എന്നാൽ ഇവിടെ സീരിയസ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ നോറ വന്നിട്ട് ജാൻമണിക്ക് ഈ മെഡിസിൻ കൊടുക്കുമ്പോഴാണ്. സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് ഈ പ്രശ്നം നന്നായിട്ട് വഷളാവുന്നത്. ഈ നോറയും ജാൻമണിയും തമ്മിലുള്ള പ്രശ്നം. ജാൻമണി വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആർക്കും അത് ഇഷ്ടപ്പെടുന്നുമില്ല. എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ ബിഹേവിയറും ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരവും വളരെ മോശം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ സംസാരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു, വളരെ ബോൾഡായിട്ട്. ചില കാര്യങ്ങളിൽ ജാസ്മിനെ എനിക്കിഷ്ടമായിട്ട് വരുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ഇഷ്ടക്കേടുമുണ്ട്. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻസ് ആരായിരിക്കും? കമൻറ്റ് ചെയ്യാം.